വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മസാല പൊടിച്ചത്, ആവശ്യമായിട്ടുള്ള ഉപ്പ്, പകുതി നാരങ്ങയുടെ ജ്യൂസ്, ഒരു ടീസ്പൂൺ എണ്ണ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് പരട്ടി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാവേ. അങ്ങനെ എല്ലാ ചിക്കനിലും ഞാൻ ഇവിടെ മസാല പുരട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടി നല്ലത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പൊരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിലൊക്കെ പിടിച്ച് പൊരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാനിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. മസാലയൊക്കെ നല്ല ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് 2 ടീസ്പൂണിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലൊരു ക്രിസ്പി ആവാനും കൂടിയാണ്. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. അങ്ങനെ കോൺഫ്ലവറും നമ്മൾ നല്ലതുപോലെ പുരട്ടി എല്ലാത്തിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ലതുപോലെ കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഒരു ഭാഗമൊന്നും പെട്ടെന്ന് വേവുകയില്ല കേട്ടോ. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീര് വേണമായിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കാൻ. അത് ഈ സൈഡ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് 5 മിനിറ്റോളം ഒന്ന് വേവിക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ ദേ ഇവിടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.